Hello everyone, welcome to Easy Learning YouTube channel. I am Rajesh Shetty. Today I am going to take you to SSLC Social Science Part 2. It's an economics chapter and the name of the chapter is Consumer Satisfaction and Protection. I have uploaded the first part of this chapter. Today we are going to look into the second part of this chapter. As you know, I always deal with the important previous questions and its answers. Before moving on to this chapter, let me remind you to subscribe and share my channel. Please watch the video till the very end and kindly leave your comments in the comment box. Now we can move on to the first question of the chapter, Consumer Satisfaction and Protection. Evaluate the extent to which the consumer courts are helpful in protecting the rights of the consumers. നേരത്തെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ പാർട്ടിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കൺസ്യൂമർ കോടതികൾ ഉപഭോക്തൃ കോടതികൾ എപ്രകാരമാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്നത്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കൺസ്യൂമർ കോർട്സ് പ്രൊവൈഡ് ദ ഫോളോയിങ് കോമ്പൻസേഷൻസ് ടു ദ കൺസ്യൂമേഴ്സ് ഡ്യൂറിംഗ് ഡിസ്പ്യൂട്ട്സ്. താഴെ പ്രതിപാദിക്കുന്ന നഷ്ടപരിഹാരങ്ങൾ കൺസ്യൂമർ കോടതികൾ ഉപഭോക്തൃ കോടതികൾ കൺസ്യൂമേഴ്സിന് അനുവദിച്ചു കൊടുക്കും എപ്പോൾ കൺസ്യൂമേഴ്സും അതിന്റെ ബന്ധപ്പെട്ടവരുമായിട്ട് തർക്കമുണ്ടാകുമ്പോൾ. ദ ഫസ്റ്റ് വൺ ഈസ് ദ റീപ്ലേസിംഗ് ദ പ്രോഡക്റ്റ്. ഉൽപ്പന്നങ്ങൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, മാറ്റിക്കൊടുക്കുക. റീപേയ്മെന്റ് ഓഫ് ക്യാഷ് പെയ്ഡ് ഓർ എക്സസ് എമൗണ്ട് അപ്രോപ്രിയേറ്റഡ്. ഉപഭോക്താവിൽ നിന്ന് കൂടുതൽ കാശ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ അധികമായിട്ട് ഈടാക്കിയ കാശ് തിരികെ നൽകുക. മോണിറ്ററി കോമ്പൻസേഷൻ ഫോർ ദ ലോസ് ഡയറക്ഷൻ ടു റെക്ടിഫൈ ദ ഡിഫക്ട്സ് ഇൻ സർവീസസ്. സാമ്പത്തികമായിട്ട് ഉണ്ടായ ഉപഭോക്താവിനുണ്ടായ കഷ്ടനഷ്ടങ്ങൾ പരിഹരിച്ചു കൊടുക്കുക. സ്റ്റോപ്പിംഗ് ഹാംഫുൾ ട്രേഡ് പ്രാക്ടീസസ്. കച്ചവടക്കാർ കൺസ്യൂമേഴ്സിന് ഉപഭോക്താക്കൾക്ക് ദോഷമുണ്ടാകുന്ന വിധത്തിലുള്ള കച്ചവട ശൈലി ഫോളോ ചെയ്യുന്നത് തടയുക. പ്രൊഹിബിഷൻ ഓഫ് ദ സെയിൽ ഓഫ് ഹാംഫുൾ ഫുഡ് ഐറ്റംസ്. ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ കച്ചവടമാണെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കച്ചവടം ചെയ്യുന്നത് തടയുക. റീഇംബേഴ്സ്മെന്റ് ഓഫ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ലോഡ്ജിംഗ് ദ കംപ്ലൈന്റ്. ഉപഭോക്താവിന് നേരത്തെ പറഞ്ഞതുപോലെ പെറ്റീഷനോടൊപ്പം ചെറിയൊരു ഫീസ് കൂടി അടക്കേണ്ടി വരുന്നു. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുക, അദ്ദേഹത്തിന് ലഭ്യമാക്കി കൊടുക്കുക. ആസ് പെർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, 3-level advisory councils have been set up to advise the respective governments on consumer rights. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അത് പ്രകാരം 3 തരത്തിലുള്ള ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ 3 തരത്തിലുള്ള ഉപദേശക സമിതിയെ അതാത് സർക്കാരുകൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. They are the District Consumer Protection Council, State Consumer Protection Council and the National Consumer Protection Council. അത് തന്നെയാണ് ജില്ലാതലത്തിലുള്ള ഉപഭോക്തൃ തർക്കങ്ങൾ തീർക്കുന്നതിന് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സംസ്ഥാന തലത്തിലാവുമ്പോൾ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലും ദേശീയ തലത്തിൽ നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലും രൂപീകരിച്ചിട്ടുണ്ട് ആസ് പെർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. Mention the important departments established for the protection of consumers' interest. ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സർക്കാർ വകുപ്പുകൾ ഏതൊക്കെ? I shall mention the name of the departments and their responsibilities in entrusting the protection of the consumers' rights. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് അത് കാണുന്നുണ്ട്. On the left side of the slide we have mentioned the name of the departments. The first one is the Legal Metrology Department. It ensures the weights and measure standards. തൂക്കവും അളവും ഒക്കെ വ്യക്തമാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് എൻഷുവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. ഭക്ഷ്യവസ്തുക്കളുടെ ക്വാളിറ്റി ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഉറപ്പുവരുത്തുന്നത്. സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി. ഇറ്റ് കൺട്രോൾസ് ദ പ്രൈസ് ഓഫ് മെഡിസിൻസ് ആൻഡ് കൺട്രോൾ ഇറ്റ്. അതാണ് സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി മെഡിസിൻസിന്റെ വിലകൾ നിയന്ത്രിക്കുന്നു. ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ensures the quality and safety of medicines. മരുന്നുകളുടെ നിലവാരം
അതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ensures the quality of food products at various stages like production, distribution, storage, sale and import. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വകുപ്പ് എന്ത് ചെയ്യുന്നു? ഭക്ഷ്യ നിലവാരം ഉറപ്പുവരുത്തുന്നു. അത് ആ ഭക്ഷ്യ വസ്തുവിന്റെ നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും, അതിന്റെ പ്രൊഡക്ഷനിൽ, അതിന്റെ വിതരണത്തിൽ, അത് സ്റ്റോർ ചെയ്യുന്ന സന്ദർഭത്തിൽ, അതിന്റെ വിൽപ്പനയിലും, അത് കയറ്റുമതി ചെയ്യുകയോ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിലും. The third question of this video: mention the important symbols given to ascertaining the quality of products and institutions. Quality ബോധ്യപ്പെടുത്തുന്ന പലവിധ സിംബലുകൾ നമ്മൾ പലപ്പോഴും പ്രോഡക്ട്സ് കാണാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. The first one is BIS, Hallmark Jewelry. അതിന്റെ സ്ലൈഡിൽ നോക്കിയാൽ അതിന്റെ ഇടത് സൈഡിൽ ഓരോ സിംബലും വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. It indicates the purity of gold jewelry. സ്വർണ്ണാഭരണങ്ങളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന BIS ആണ്. BIS ഹോൾമാർക്ക് ആണ്. ISI സ്റ്റാമ്പ് is given by the Bureau of Indian Standards or BIS to ensure a fixed quality of products. ISI മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? Bureau of Indian Standards ക്വാളിറ്റി, ഓരോ പ്രോഡക്ട്സിന്റെയും ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഒന്നാണ്. This symbol can be seen in products such as electrical appliances, cement, paper, paint, gas cylinder, etc. ISI മാർക്ക് സാധാരണ കാണുന്ന ഏതിലൊക്കെയാണ്? ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ, സിമന്റ്, പേപ്പർ, പെയിന്റ്, LPG സിലിണ്ടർ തുടങ്ങിയതിലൊക്കെയാണ്. Then ISO, International Organization for Standardization. It certifies the quality of products and services of more than 120 countries including India. അതൊരു അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ ആണ് ISO, International Organization for Standardization. ഇത് സേവനങ്ങളുടെയും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെയും ക്വാളിറ്റി നിശ്ചയിക്കുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെ 120 രാജ്യങ്ങളിൽ. ISO gives certification to different products and service institutions like hospitals, banks, etc. അത് പ്രധാനമായിട്ട് ബാങ്കുകളുടെയും ആശുപത്രികളുടെയും അതുപോലെ പല സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും ക്വാളിറ്റി സർട്ടിഫൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ സിംബലാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. Now the next one is ACMARC. ACMARC symbol is used to ensure the quality of agriculture and forest products. കാർഷിക വനോൽപാദനങ്ങളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ACMARC ആണ്. Now the symbol of veg and non-veg that we can see in food products. These symbols are marked to distinguish between veg and non-veg food items. സസ്യവും സസ്യേതരവുമായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ, അതിന്റെ പാക്കറ്റുകൾ നമ്മൾ ബേക്കറിയിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം, ഈറ്ററീസിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം, പച്ചയാണെങ്കിൽ വെജ്, ചുവപ്പാണെങ്കിൽ നോൺ വെജ്. FPO is the short form of food products. It certifies the quality of fruits and vegetables processed. ഇതുപോലെ തന്നെ പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ക്വാളിറ്റി FPO ആണ് സർട്ടിഫൈ ചെയ്യുന്നത്. Next question. What do you mean by consumer education? ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്ന, ഉപഭോക്താക്കളെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. Everyone is a consumer. Variety in products, personal interest, increasing demands, influence of market force, etc. has complicated and widened the scope of consumption. അതാണ്, എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കൺസ്യൂമേഴ്സ് ആണ്, ഉപഭോക്താക്കളാണ്. ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച്, അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു? അവർ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ കൺസ്യൂം ചെയ്യുന്നു. ഇത് കൺസംഷന്റെ സാഹചര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുകയാണ്. കൺസ്യൂമേഴ്സ് ഹാവ് ടു ബി മെയ്ഡ് അവെയർ അബൌട്ട് റൈറ്റ് ഹാബിറ്റ്സ്. എല്ലാ ഉപഭോക്താക്കൾക്കും അവരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണയും ശീലവും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. ഫോർ ദിസ്, അവയർനെസ് പ്രോഗ്രാംസ്, ബോധവൽക്കരണ ക്ലാസുകൾ, ഇൻക്ലൂഷൻ ഇൻ ദ കരിക്കുലം, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, സ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അത് സിലബസിൽ ഉൾപ്പെടുത്തുക. ഒബ്സർവൻസ് ഓഫ് നാഷണൽ കൺസ്യൂമർ ഡേ. കൺസ്യൂമേഴ്സ് ആർ എംപവേർഡ് ഇൻ ദ ഫോളോയിങ് വേസ്. കൺസ്യൂമേഴ്സിനെ, ഉപഭോക്താക്കളെ താഴെ പറയുന്ന രീതിയിൽ ആണ് അവരെ അധികാരങ്ങൾ, അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിച്ചിരിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു കൺസ്യൂം
sensibly as per the wants. ഉപഭോക്താവിന് അവന് വേണ്ടുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അവൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ, അവന്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം വാങ്ങിയാൽ മതി എന്നുള്ള ഒരു ധാരണ ഉണ്ടാകണം. It helps to acquire information regarding products and services. അത് പ്രോഡക്ട്സിനെ കുറിച്ചും ഉൽപ്പന്നങ്ങളെ കുറിച്ചും സേവനങ്ങളെ കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണ നേടിയെടുക്കണം. It enables the consumer to make the right choices. ഇത് എന്താണ്, കൺസ്യൂമേഴ്സിന് വ്യക്തമായിട്ട് അവരുടെ അവകാശങ്ങളെ കുറിച്ചൊരു ധാരണ കൊടുക്കുന്നുണ്ട്. It makes the consumers aware of his or her rights. ഇത് അവരുടെ അവകാശങ്ങളെ കുറിച്ച് ആ വ്യക്തിയെ ബോധവൽക്കരിക്കുകയാണ്. Makes them capable of intervening in consumer disputes. ഉപഭോക്താക്കളും ഉൽപാദകരും തമ്മിൽ ഒരു തർക്കം ഉടലെടുക്കുമ്പോൾ എന്താണ്, ഇത് തീർച്ചയായിട്ടും ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതുകൊണ്ട് അവർക്ക് ക്രിയേറ്റീവായിട്ട് ഇന്റർവീൻ ചെയ്യാൻ, ഇടപെടാൻ സാധിക്കുന്നു. The following habits will be formed as a result of consumer education programs. ഈ പറയുന്ന ശീലങ്ങളും അവകാശങ്ങളെ കുറിച്ചുള്ള ബോധവും എല്ലാം കൺസ്യൂമർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. Again, they are made aware to ask for the bills for every purchase made. അത് തീർച്ചയായിട്ടും ഉപഭോക്താവിന്റെ അവകാശമാണ്, വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ബില്ല് ആവശ്യപ്പെടാൻ. തീർച്ചയായിട്ടും എല്ലാ ഉപഭോക്താക്കൾക്കും അവകാശമുണ്ട്. They make sure that the weights and measures are accurate. അതായത് അളവിലും തൂക്കത്തിലുമെല്ലാം കൃത്യത പാലിക്കുന്നു എന്ന് ഓരോ ഉപഭോക്താവിനും ബോധ്യപ്പെടേണ്ടതുണ്ട്. To make sure while purchasing packed items that the name of the product, date of packing, expiry date, weight, price and producer's distributor's address are stated. വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു ധാരണ തീർച്ചയായിട്ടും ഓരോ ഉപഭോക്താവിനും ലഭ്യമാകേണ്ടതാണ്. He has to be ensured that while purchasing packed items, പാക്ക് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന അവസരങ്ങളിൽ ആ പ്രോഡക്റ്റിന്റെ ഉൽപ്പന്നത്തിന്റെ പേര്, അതിന്റെ ഡേറ്റ്, അത് എക്സ്പയർ ചെയ്യുന്ന ഡേറ്റ്, അതിന്റെ കാലാവധി തീരുന്ന ഡേറ്റ്, അതിന്റെ തൂക്കം, വില, അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ അഡ്രസ്, ഇതെല്ലാം വ്യക്തമായിട്ട് ആ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. നോട്ട് ദ സിംബൽസ് റെപ്രസെന്റിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് പ്രോഡക്ട്സ്. നേരത്തെ പറഞ്ഞതുപോലെ അഗ്മാർക്ക്, ISO പോലുള്ള പലവിധ സിംബൽസ് ആ പാക്കറ്റിൽ ഉണ്ടാവും. അത് ബോധ്യപ്പെടേണ്ടതും ഒരു ഉപഭോക്താവിന്റെ അവകാശത്തിൽ പെടുന്നതാണ്. Thus, we have come to the end of this video. Thank you all for watching this.